ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC CGL 2025 Tier 2 പരീക്ഷൻ്റെ മാർക്ക് കഴിഞ്ഞ ആഴ്ച ഔട്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് സങ്കടത്തിലാണ്, കുറേ പേര് കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചെറിയ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുള്ള തിരക്കില്ലാത്ത മാർക്കുള്ള ആൾക്ക് ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ Tier 1 പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ Tier 1 ക്വാളിഫൈ ചെയ്ത ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മളൊരു Tier 1 ക്വാളിഫൈ ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ട്. 650 ആൾക്കാരുടെ ഗ്രൂപ്പാണ്, ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഡിസ്കഷനും കാര്യങ്ങൾ, അത് നമ്മുടെ SSC മലയാളിൻ്റെ മെയിൻ ഗ്രൂപ്പ് അല്ലാതെ, കാരണം ഈ Tier 2 ബന്ധപ്പെട്ട ഡിസ്കഷൻ എല്ലാ ഗ്രൂപ്പിലും ഒരുപാട് വരുന്നതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങിയതാണ്. 650 കുട്ടികളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിൻ്റെ ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുക്കുക. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ മൊത്തം കളക്ട് ചെയ്ത്, അതായത് Tier 1 പരീക്ഷ ചെയ്ത കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് നാളെ പോസ്റ്റ് പ്രിഫറൻസ് ചെയ്യുന്ന സമയത്ത്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, നിങ്ങളുടെ മുകളിൽ എത്ര ആൾക്കാരുണ്ട്, നിങ്ങളുടെ മുകളിൽ എത്ര കാറ്റഗറി ഉണ്ട്, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അത് പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അത് അവർക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. നമ്മൾ വളരെയധികം നമ്മൾ ഒരു 10-20 ആളുകൾ ചേർത്ത് കഷ്ടപ്പെട്ട് 3-4 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ഓരോരുത്തരുടെ പേരും ഡാറ്റയും ചേർത്ത് എക്സൽ ഷീറ്റിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അതായത് നമ്മളെ Tier 1 ലിസ്റ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിവിടെ ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയത്. പക്ഷേ പല കുട്ടികളും നമ്മൾ വീണ്ടും സാറേ അതൊന്ന് ഡാറ്റ കളക്ട് ചെയ്ത് എത്ര ഒരു ഏകദേശം ഒരു കൃത്യമായിട്ട് എല്ലാതും കിട്ടിയില്ലെങ്കിൽ കുറച്ചെങ്കിലും കിട്ടുന്ന ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡാറ്റ, നിങ്ങൾ Tier 1 പരീക്ഷ എഴുതിയ ആളുകളാണെങ്കിൽ ആ ഡാറ്റ ഒന്ന് ജസ്റ്റ് ആ ഗൂഗിൾ ഫോം ഞാൻ വീണ്ടും കൊടുക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് പറയാനുള്ളത്, കാരണം നമുക്കതിൽ പ്രത്യേകിച്ച് ഗുണമോ കാര്യങ്ങളോ ഒന്നും കിട്ടാനൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടാനുള്ളത്. നാളെ പോസ്റ്റ് പ്രിഫറൻസ് ചെയ്യുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുകളിൽ എത്ര ആളുകളുണ്ട്, എത്ര കാറ്റഗറി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവർ മിനിമം 2000-ഓളം കുട്ടികൾ നമ്മുടെ കേരളത്തിന് ഏകദേശം Tier 1 ക്വാളിഫൈ ആയിട്ട് മിനിമം 500 കുട്ടികളെങ്കിലും അത് ഫില്ല് ചെയ്താൽ മാത്രമേ നമ്മൾ പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കൃത്യമായ ഡാറ്റ കാര്യങ്ങളില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റ വെച്ചിട്ട് കുട്ടികൾ അതിൻ്റെ മുകളിൽ ഇത്ര ആളുകളൊന്നും വിചാരിച്ച് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും, ലാസ്റ്റ് അത് പാളിപ്പോവും. അപ്പോൾ കൃത്യമായ ഡാറ്റ അറ്റ്ലീസ്റ്റ് ഒരു 25-30% ആളുകൾ ഇങ്ങനെ ഡാറ്റ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡാറ്റ അതിൻ്റെ ഗൂഗിൾ ഫോം, അതായത് നമ്മൾ SSC മലയാളിയുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ല കേട്ടോ, അത് ആ ഗൂഗിൾ ഫോമിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ജനറലായിട്ട് നമ്മൾ ഓൾ കേരള ഇതുവരെ റാങ്ക് ലിസ്റ്റ്, അതായത് ഇതുവരെയുള്ള കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് താല്പര്യമുള്ളവർ ഫില്ല് ചെയ്യുക. നമ്മളങ്ങനെയാണെങ്കിൽ ഒരു വിത്തിൻ 1-2 വീക്ക്, മാക്സിമം ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഒരു 1-2 വീക്കിനുള്ളിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിൽ 500 കുട്ടികളുടെ ഡാറ്റകൾ മിനിമം കിട്ടുകയാണെങ്കിൽ നമുക്കത് പബ്ലിക്കാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നത്, നിങ്ങളുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലൊക്കെ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ വെക്കും. അന്ന് നമ്മൾ പബ്ലിക്കായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് ഡൊമൈൻ നമ്മൾ എടുത്ത ഡാറ്റ ആയതുകൊണ്ടാണ് അത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത ഡാറ്റ ആയതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സ്ട്രിക്ട്ലി അത് നമ്മൾ ഹൈഡ് ചെയ്തിട്ട് വെക്കും. നിങ്ങളുടെ മാർക്ക് കാര്യങ്ങൾ മാത്രമേ പബ്ലിക്കായിട്ട് കാണുള്ളൂ. അതിൽ നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഏത് കാറ്റഗറിയാണ്, ഏത് മാർക്കാണ്, എത്ര റാങ്ക് എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് അത് ഏകദേശം നിങ്ങളുടെ മാർക്ക് വെച്ച് നോക്കിയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യം അവിടെ വിടുക. വേറെ ആ കാര്യമെല്ലാം മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ Tier 2 മാർക്ക് വന്നു. ഒരുപാട് പേർക്ക് മാർക്ക്, അത്യാവശ്യം മാർക്കുണ്ട്, ഒരുപാട് പേർക്ക് കുറവുണ്ട്. ചില ആൾക്കാർ മാർക്ക് ഉണ്ടെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ മാർക്ക് കുറഞ്ഞതിന് കൺഫ്യൂഷനിലാണ്. പല ആളുകൾ ചോദിച്ചു കമ്പ്യൂട്ടറിൻ്റെ മാർക്ക് ബോണസ് കിട്ടുമോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കൺഫ്യൂഷനിലാണ് ആളുകൾ കേട്ടോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ Tier 1 പരീക്ഷ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതിയാണ് നമ്മൾ ചലഞ്ച് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഒന്നും ചെയ്യാനില്ല. ഇനി ആകെ ചെയ്യാനുള്ളത് നമ്മൾ ഓപ്ഷൻ പ്രിഫറൻസ് ഫോം വരുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഫൈനൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, ബോണസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇനി കിട്ടിയില്ലേ കിട്ടണ്ട. എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് ഇനി അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റാങ്ക് മിത്രേൻ്റെ ഏകദേശം ആ ഡാറ്റ, കൃത്യമായ ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് ആ ഡാറ്റ വെച്ചിട്ട് തന്നെ സംസാരിക്കാം കേട്ടോ. ആ ഡാറ്റ വെച്ച് ജസ്റ്റ് സംസാരിക്കാം. അതിൽ 85,336 കുട്ടികളുടെ ഒരു ഡാറ്റയാണ് ഇത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആൻസർ കീ ലിങ്ക് കൊടുക്കുന്നതിൻ്റെ ഇതിൽ ഡാറ്റ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ 85,000 കുട്ടികളുടെ ഡാറ്റയാണ്. 95,000 അല്ല, 1,30,000-ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഒരു 50,000 കുട്ടികളുടെ കുറവുണ്ട്. എന്നാലും ഒരു 70-60% ആളുകളുടെ ഡാറ്റയുണ്ട്. ഓക്കെ, 380-370 മുകളിൽ. ഇത് എന്ന് പറഞ്ഞാൽ റോ ഡാറ്റയാണ്. ഇതിൽ കമ്പ്യൂട്ടർ പാസ്സായ ആളുകളുടേതല്ല. കമ്പ്യൂട്ടർ പാസ്സായ ആളുകൾ അതിന് താഴെയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ റാങ്ക് മിത്രേൻ്റെ ചാനൽ പോയാൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു 335+ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഒരു 335+ മാർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. എൻ്റെ ഒരു അനാലിസിസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. സേഫാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും ആൻസർക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരാം. പക്ഷേ നോക്കിയാൽ 335ൻ്റെ മുകളിൽ 2240 ആളുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ലെവൽ 7 സേഫ്, ഞാൻ ഉദ്ദേശിച്ച ലെവൽ 7 പോസ്റ്റാണ്. നിങ്ങളൊരു ലെവൽ 7 പോസ്റ്റ് നിങ്ങൾ എയിം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സേഫ് ആണെന്ന് തന്നെ പറയാം. കാരണം ഇതിൽ എന്തായാലും കുറച്ച് കുട്ടികൾ കമ്പ്യൂട്ടർ ഫെയിൽ ആയിട്ടൊക്കെ താഴെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ മുകളിലുള്ള ആളുകൾ മാത്രം നിങ്ങൾ സേഫ് ആയിട്ട് ഇരുന്നാൽ മതി. അതും സേഫ് എന്ന് പറയാൻ പറ്റില്ല.
നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തോളാം. എന്ത് വേണമെങ്കിലും സംഭവിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, ചില ആൻസർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയതുകൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ച ആൾ കിട്ടില്ല എന്ന് വിചാരിച്ച സ്കോർ കുറവാണെങ്കിലും ആൻസർക്ക് അങ്ങോട്ട് മാറിയ ആൾ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിക്കാം കേട്ടോ. അപ്പോൾ 335 ഒക്കെ മുകളിലാണെങ്കിൽ നോക്കി 2240, പ്രത്യേകിച്ച് ജനറൽ കാൻഡിഡേറ്റിന് വെച്ചിട്ട് ഞാൻ പറയുന്നത്, കിട്ടാനുള്ള സാധ്യത വളരെ ലെവൽ 7 പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് കയറുന്നതാണെങ്കിൽ ഒരു 325+ ഒക്കെ നിങ്ങൾ ഒരു 320 എന്ന് തന്നെ പറയാം. എന്നാലും 320, 325+ ഒക്കെ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റ് കയറാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. ഞാൻ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, കാരണം അവർക്ക് 50% പോസ്റ്റുകൾ അല്ലെങ്കിൽ 40% പോസ്റ്റുകൾ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൊത്തം റാങ്ക് ലിസ്റ്റ് എന്തായാലും അവരെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ OBC ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ 320+ ഒക്കെ സേഫ് ആണ്. SC ST ആകുമ്പോൾ കുറച്ച് കുറേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ 335 താഴെ നിൽക്കുന്ന ആളുകളോടാണ് കേട്ടോ. 335 മുകളിലുള്ള ആളുകൾ അവർക്ക് വേണ്ട ആഗ്രഹമുള്ള പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു ലെവൽ 7 പോസ്റ്റ്, അതായത് SSCൻ്റെ റിക്രൂട്ട്മെൻറ്റിൽ ഏറ്റവും സാലറി കൂടുതലുള്ള ലെവൽ 7 പോസ്റ്റ്, ആ ലെവൽ 7 പോസ്റ്റ് അവർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അതിന് താഴെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധ്യതയുണ്ട്, എന്നാൽ ലെവൽ 7 പോസ്റ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നിട്ട് ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ കയറി എന്ന് വിചാരിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധ്യതയുണ്ട്. പല യൂട്യൂബ് ചാനലും മറ്റതൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ട്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട് വിചാരിച്ച് സാറ്റിസ്ഫൈഡ് ആവാതിരിക്കുക. കാരണം നമുക്കറിയാം ലെവൽ 7, 6, 5, 4 ഈ 4 കാറ്റഗറിയും SSC CGLൻ്റെ അണ്ടറിലാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലെവൽ 4 കയറിയ പല ആളുകളും ഇതുപോലെ കിട്ടിയ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയി പോയി. അവർക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ജോലി കയറി പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പ്രിലിംസ് പോലും ക്വാളിഫൈ ആകാത്ത ആളുകൾ ചില ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം ലെവൽ 4 റാങ്ക് ലിസ്റ്റിൽ കയറിയ ആളുകൾ പക്ഷേ ജോലി കയറിയതിന് ശേഷം പിന്നെ അവർക്ക് പഠിക്കാൻ പറ്റാത്തതാണ്, കാരണം ജോലി കൊണ്ട് പഠിക്കാൻ പറ്റാത്തതാണോ അതോ മനഃപൂർവ്വം അവർ സാറ്റിസ്ഫൈഡ് ആയി പോയതാണെന്ന് അറിയില്ല. പ്രിലിംസ് പോലും കിട്ടാത്ത ആളുകളുണ്ട്. നിങ്ങളൊരു ലെവൽ 7 ആൻഡ് എബോവ് ആണെങ്കിൽ ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വേറെ കിട്ടാനൊന്നുമില്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ലെവൽ 4 കിട്ടി സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഇനിയിപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ആയവർ പോലും മെയിൻസിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കി റാങ്ക് ലിസ്റ്റ്, നമ്മൾ SSC മലയാളി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റാങ്ക് ലിസ്റ്റ് വെച്ച് ആ ഒരു കുട്ടികളെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയ ആളുകളെല്ലാം ഇപ്രാവശ്യം കയറുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബാക്കിലോട്ട് വലിഞ്ഞാൽ അവിടെ വലിഞ്ഞ് കയറാൻ ഇഷ്ടംപോലെ ആളുകൾ നമ്മൾ ഓരോ വർഷത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇതിൽ ടോപ്പിൽ വന്ന ആളുകളല്ല ഇപ്രാവശ്യം ടോപ്പിൽ, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടിയ ആളുകളെ അല്ല ഇപ്രാവശ്യം വന്ന് എൻ്റയർലി ചേഞ്ച്. വളരെ ചുരുക്കം ചില ആളുകൾ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ കയറാൻ വേണ്ടി ഒരുപാട് പേര് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മാർച്ചിൽ അടുത്ത പരീക്ഷ നോട്ടിഫിക്കേഷൻ വരും. മെയ്, ജൂൺ, നമ്മുടെ ഒരു ജൂൺ മാസത്തിൽ പ്രതീക്ഷ പോലും നമുക്കൊരു 3 മാസം കൊണ്ട് അടുത്ത പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫ്ലോയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് വരും, ഒരു മാക്സിമം 2-3 മാസം കൊണ്ട് ജോലി കയറും. നിങ്ങൾ ജോലി കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രിലിംസ് അറ്റംപ്റ്റ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കയറാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഒരു 315, 310 ഒക്കെ താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ പാസ്സായ ആളുകളുടെ എണ്ണം ഫെയിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാനൊക്കെ എൻ്റെ ഒരു അനുമാനത്തിൽ ഈ ഡാറ്റ വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇത് ജെന്യൂൻ ഡാറ്റ ആയതുകൊണ്ട് മാത്രമേ പറയും. ഇതിലെന്നെ കമ്പ്യൂട്ടർ ഫെയിലായ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കിട്ടില്ല എന്നല്ല, കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിക്കോളും. മാർക്ക് വന്നപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ 2 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷ 1 വർഷം കഴിഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക. ജസ്റ്റ് 3 months കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ. ഇപ്പോഴും നിങ്ങൾ Tier 2 അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ആ പ്രിപ്പറേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 മാസം മാക്സിമം, ഇപ്പോൾ മെയ്, ജൂണിലൊക്കെ പരീക്ഷ നടക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 8 മാസത്തിനുള്ളിൽ അടുത്ത പരീക്ഷൻ്റെ ഫൈനൽ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അധികം കാലം അധിക കാലത്തിൽ പല കുട്ടികളൊക്കെ മാർക്ക് വന്നാൽ ഇതിലൊക്കെ സങ്കടത്തിലൊക്കെ സാർ ഞാൻ കുറേ ആയി നിർത്തുകയാണ്, ഇനി ബാങ്കിലോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കൊരു 300 Tier 2 എഴുതാൻ തന്നെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്തൊരു മാർക്കുണ്ട്, ചെറിയ മാർക്കിനൊക്കെയാണ് പോയതെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം കൂടി പ്രിപ്പയർ ചെയ്ത് പഠിച്ചോളാം. പ്രത്യേകിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ ബാങ്ക് പോലത്തെ അല്ലെങ്കിൽ വേറെ PSC പോലത്തെ എക്സാമിലോട്ട് നിങ്ങൾ തിരിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി 2, 3, 4 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി എല്ലാം കളഞ്ഞിട്ടാണ് നിങ്ങൾ ബാങ്കിലോട്ട് ബാക്കി ഇതിലോട്ട് പോകും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മാർക്ക് വന്നപ്പോൾ കരഞ്ഞ പല ആളുകളുമാണ്, കരഞ്ഞെന്ന് ഉദ്ദേശിച്ച് സങ്കടപ്പെട്ട പല ആളുകളുമാണ് ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങി വന്നിട്ടുള്ളത്. അത് പേഴ്സണലി നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരുപാട് ഡാറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അതൊക്കെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലായിട്ട് നമുക്ക് ഓരോരുത്തരും കൃത്യമായിട്ട് പരിചയപ്പെടാൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ എന്തായാലും ഫൈനൽ റിസൾട്ട് വരാത്തതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞ അല്ലെങ്കിൽ സങ്കടപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് ഇനി ഞാൻ പഠിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് സങ്കടപ്പെട്ട ആളുകളാണ് ഇപ്രാവശ്യം നല്ല മാർക്കോട് കൂടി കയറി ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങൾക്ക് പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ സമയം കളഞ്ഞ് ഇനി എന്ത് ചെയ്യരുത്, പരീക്ഷ അധികം സമയമില്ല, 3 മാസം സമയമുള്ളൂ. അപ്പോൾ വെറുതെ ഇരുന്ന് സമയം കളയാതിരിക്കുക, നന്നായിട്ട് പഠിക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. Tier 1 എഴുതി Tier 2 വേണ്ടി വളരെ നല്ല പീക്ക് ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതേ ഫ്ലോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാഫ് വീണ്ടും മുകളിലോട്ടേ പോവുള്ളൂ. അടുത്ത CGL പ്രിലിംസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്ലാക്ക് ചെയ്യാൻ പറ്റും. മെയിൻസും നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ ഈ 310, 315 താഴെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ
316,000 ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങളൊരു ജനറൽ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം 14,000 വേക്കൻസി ഉള്ളൂ. ഇതിൽ പിന്നെ കമ്പ്യൂട്ടറൊക്കെ ഫെയിൽ ആയ ആളുകൾക്ക് നോക്കിയിട്ട് വേണം. അപ്പോൾ അതൊന്നും നോക്കി നിൽക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നു. നിങ്ങളുടെ കയ്യിലൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചെയ്യാൻ പറ്റുന്നത് ചലഞ്ച് കൊടുക്കുന്ന ഓപ്ഷൻ വരെയാണ് നിങ്ങളുടെ കയ്യിൽ ചെയ്യാനുള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. റാങ്ക് ലിസ്റ്റൊക്കെ SSC പബ്ലിഷ് ചെയ്തോളൂ. നിങ്ങൾ ചലഞ്ച് ചെയ്യാനുള്ള ചലഞ്ച് ചെയ്തു. അത് SSC അതിൻ്റെ കമ്മിറ്റി കാര്യങ്ങൾ രൂപീകരിച്ച് മാർക്ക് കൊടുക്കേണ്ടതിന് കൊടുത്തോളും. കൊടുക്കേണ്ടത് കൊടുക്കില്ല. ചിലപ്പോൾ കൊടുത്തില്ല എന്ന് വരാം, ചിലപ്പോൾ ബോണസ് കിട്ടിയെന്ന് വരാം. അതൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത് അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചോളൂ എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ പറഞ്ഞ വീണ്ടും പറയുന്നു, ഇനി SSC ഇങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ എക്സാം ടൈറ്റാക്കി ആ ദേശത്തിൽ ഞാൻ SSC വിട്ടു പോകാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് കേട്ടോ. SSCക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഒരു നഷ്ടവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മളല്ലെങ്കിൽ അവിടെ കയറാൻ വേറെ 10,000 ആളുകൾ ഓരോ വർഷം ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച് വെച്ച് ഉണ്ടാക്കി ആ ഒരു സാധനം കളഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. ആ സമയം നിങ്ങൾ ഓൾറെഡി പഠിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് പോകുന്നതായിരിക്കാം. ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങളതായിരിക്കാം. ഇതുപോലെ ഞാൻ പറഞ്ഞാലോ, ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ഒരുപാട് പേര് ഞാൻ നിർത്തിയാലോ എന്ന് ചോദിച്ച ആളുകളൊക്കെയാണ് ഇപ്രാവശ്യം നല്ല മാർക്കോടുകൂടി വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എൻ്റെതാണ്, ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ പഠിച്ചാൽ കിട്ടും എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ഒരു മാർക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചൊരു പരീക്ഷയ്ക്ക് നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒരുപാട് ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു ഓട്ട മത്സരമാണ്. ആ ഓട്ട മത്സരത്തിൽ നമ്മുടെ ബാക്കിൽ ഒരുപാട് പേര് ഓടുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കുറച്ച് കാലം തളർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കയറി പോകാൻ ഇഷ്ടംപോലെ ബാക്കിൽ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകളെ അല്ല, കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്ക് കിട്ടിയ ആളുകളെ അല്ല പ്രാവശ്യം കിട്ടിയത്. എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിചാരിച്ചു അതിൽ വളരെ ചുരുക്കം ഒരു 3-4 ആളുകൾ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കിട്ടാത്ത ആളുകൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ ലെവൽ 4 പോസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധ്യതയുണ്ട്. ഈ ഒരു 320, 325 നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ലെവൽ 4 പോസ്റ്റുകളൊക്കെ ആയിരിക്കും. ഈ ടാക്സ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് പോലത്തെ പോസ്റ്റുകൾ അത് മോശം പോസ്റ്റുകളാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ സാലറി വൈസ് അത് താഴെയാണ് കിടക്കുന്നത്. ലെവൽ 4 പോസ്റ്റും ലെവൽ 7 പോസ്റ്റുകളും തമ്മിൽ എങ്ങനെയായാലും ഒരു 30,000-40,000 സാലറി മിനിമം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നിങ്ങൾ ലെവൽ 4 പോസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ അച്ചീവ്മെൻ്റ് ആണ്. ആ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അടുത്ത വർഷം ചെയ്യാൻ നേരെ ലെവൽ 7 പോസ്റ്റിലോട്ട് മാറ്റാൻ പറ്റും. നിങ്ങളിനി അങ്ങോട്ട് കാലാകാലം നിങ്ങൾക്ക് മാസം സാലറി കിട്ടേണ്ടത് ജോലി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാ മാസവും ഒരു 30,000-40,000 രൂപ അധികം കിട്ടണോ, അതോ ഈ 40,000-50,000 മാസം കിട്ടിയാൽ മതിയോ എന്നുള്ള കാര്യം ആലോചിക്കുക. കാരണം ലെവൽ 7 ആകുമ്പോൾ എന്തായാലും 80,000-90,000 നിങ്ങൾക്ക് സാലറി ഉണ്ടാവും. ലെവൽ 4 ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 40,000-50,000 ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജോലി എന്നുള്ള കാര്യം ഓക്കെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, നിങ്ങളെ കൂടെ പ്രിപ്പയർ ചെയ്ത ആളുകളൊക്കെ നിങ്ങളെക്കാൾ ലെവൽ 6, ലെവൽ 7 പോസ്റ്റുകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ലെവൽ 4 നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, സാറ്റിസ്ഫൈ ആയിട്ട് നിൽക്കരുത്. കാരണം തൊട്ടടുത്ത് തന്നെ അടുത്ത പരീക്ഷ വരുന്നുണ്ട്. റാങ്ക് ലിസ്റ്റ് കയറുന്നു, ഇനി കുറേ കാലം വെറുതെ നടക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും അത് കിട്ടും എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഠിച്ചോളാം. അടുത്ത പരീക്ഷ വരുന്നുണ്ട്. അടുത്ത പരീക്ഷയിൽ ഒരു ലെവൽ 7 പോസ്റ്റുകൾ തന്നെ കിട്ടാവുന്ന രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ പിന്നെ 310 താഴേക്കാണെങ്കിൽ നോക്കണ്ട, അടുത്ത പരീക്ഷയ്ക്ക് പിടിച്ചോളൂ കേട്ടോ. കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പിന്നെ കാറ്റഗറിക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഇതിന് താഴെ 300-300 ചിലപ്പോൾ SC ST കാറ്റഗറിയിൽ PWD എക്സ് സർവീസ്മെൻ്റൊക്കെ ആണെങ്കിൽ ഇതിന് താഴെ കുഴപ്പമില്ല. അപ്പോൾ ഇത് റോ ഡാറ്റയാണ്. പിന്നെ കമ്പ്യൂട്ടർ ക്വാളിഫൈ ആയിട്ടുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 335 പ്ലസ് ഒക്കെ 1600, 330 ഒക്കെ കിട്ടും കേട്ടോ. 325 പിന്നെ ഒരു കട്ട് ഓഫ് ഒക്കെ ഏകദേശം ജനറൽ കാൻഡിഡേറ്റ് ആകണമെങ്കിൽ ഒരു 315 മാർക്ക്. അതായത് ഈ കമ്പ്യൂട്ടർ ക്വാളിഫൈ ആളുടെ ഡാറ്റ മാത്രം കേട്ടോ. അതായത് അവർക്ക് ബോണസ് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ക്യാൻസൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ 315. പിന്നെ പല ആളുകൾ ചോദിക്കുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ കട്ട് ഓഫിനെ പറ്റിയാണ്. കമ്പ്യൂട്ടറിൻ്റെ കട്ട് ഓഫ് അത് SSC നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് 30% ആണ് ഫോർ ജനറൽ, 25% ഫോർ OBC, പിന്നെ എന്താണ് 20% ഫോർ അതർ അല്ലേ, SC ST പോലത്തെ സംഭവം 20% ആണ്. പക്ഷേ അതിൻ്റെ മുകളിൽ CPT പോസ്റ്റുകൾക്ക് ഒരു ഹയർ കട്ട് ഓഫ് ഉണ്ടാവും എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അത് എത്രയാണെന്നുള്ളത് ഫിക്സഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് SSC ഫിക്സ് ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ അത് 27 ഫിക്സ് ആക്കിയത്. അത് OBC ആകുമ്പോൾ 24. പക്ഷേ ഇങ്ങനെ എക്സാം ടൈറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ അവർ ചിലപ്പോൾ 18 തന്നെ ഫിക്സ് ആക്കിയെന്ന് വരാം, അല്ലെങ്കിൽ ഒരു 20 or 21 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തെന്ന് വരാം. കാരണം നമ്മൾ മാർക്ക് കിട്ടി നമ്മുടെ കുട്ടികളുടെ ഡാറ്റയെ കളക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു 25+ കമ്പ്യൂട്ടറിന് കിട്ടിയ ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും ഒരു പാസ്സായവർ പോലും ഒരു 18-25 ഇടയിലാണ്. 30+ ഒന്നും കിട്ടിയ വളരെ ചുരുക്കം ചില ആളുകൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ടഫായ ഒരു പരീക്ഷയ്ക്ക് ഒരിക്കലും അവർ CPT പോസ്റ്റിന് 27 കട്ട് ഓഫ് ഒന്നും വെക്കാനുള്ള സാധ്യതയില്ല. കാരണം 27ൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 50% അടുത്ത ആളുകൾ കമ്പ്യൂട്ടർ ഫെയിൽ ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 27 കൂടെ കട്ട് ഓഫ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 50 എന്നുള്ളത് എന്താവും 70-80 ഒക്കെ ആവും കേട്ടോ. അപ്പോൾ പിന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ മുന്നോട്ട് കയറിയെന്ന് വരും. അതുകൊണ്ട് എന്തായാലും SSC അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോൾ 27 എന്നുള്ളത് ചിലപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഇപ്പോൾ 18 തന്നെ ആക്കി ഫിക്സ് ആക്കി എന്നൊക്കെ വരാം. അത് പരീക്ഷയുടെ ടൈറ്റ്നസ് അനുസരിച്ച് മാറും കേട്ടോ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഡാറ്റയ്ക്ക് എക്സാക്ട് ഡാറ്റ ആയതുകൊണ്ട് നമുക്കിത് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. അല്ലാതെ കിട്ടുമോ ഇല്ലേ എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കണ്ട. നന്നായിട്ട് പഠിക്കുക. അടുത്ത പരീക്ഷ വരാനായിട്ട് മുന്നിൽ. ഓക്കെ, തളർന്നിരിക്കുന്നവർക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കുക. കാരണം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തളർന്നിരുന്ന ആളുകൾ ഇപ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ് നല്ല 340+ കിട്ടി ഒരുപാട് ആളുകൾ നമ്മൾ ഇഷ്ടം തന്നെ ഉണ്ട്. അവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ കയറിയില്ല. ആ സങ്കടത്തിലിരുന്ന ആളുകൾ ഇപ്രാവശ്യം അവർ നോക്കിയേ ഇല്ല 340+ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ലെവൽ 7 പോസ്റ്റ് നിങ്ങൾക്ക് ഷുവറാണ്.
ഈ ഡാറ്റയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും 1000 താഴെ റാങ്ക് തന്നെ അവർക്ക് ഉണ്ടാവും. 1000 താഴെ റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ട പോസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ GST ഇൻസ്പെക്ടറാണെങ്കിൽ കേരളത്തിൽ തന്നെ കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അടുത്ത വർഷം അത് നമ്മുടേതാണെന്ന് ഉറപ്പിക്കുക, നന്നായിട്ട് പഠിച്ചോളൂ. ഇത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. സങ്കടപ്പെട്ടിരുന്നാൽ അത് നമുക്ക് നഷ്ടം. നമ്മളെ കയറിപ്പോകാൻ ചുറ്റും ബാക്കിൽ 1000 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ബാക്കിലുണ്ട്. നമ്മളെ കയറി പോകാന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പഠിച്ചോളുക. നിർത്തിപ്പോയി കഴിഞ്ഞാൽ, ഇത്രയും മുന്നിലെത്തിയിട്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ കേട്ടോ, അത് വെറുതെ നിർത്തിപ്പോകുന്നവരാ പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്, പല ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കൊണ്ട്. പക്ഷേ വെറുതെ SSCനോടുള്ള ദേഷ്യത്തിൽ നിർത്തിപ്പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമാണെന്നുള്ളത് ഓർത്തോളുക. എന്നിട്ട് നന്നായിട്ട് പഠിച്ചോളുക കേട്ടോ. ഓക്കെ, താങ്ക് യു.